പ്രാപിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്, അല്ലെ? പുതുതായി സൃഷ്ടിക്കപ്പെട്ടവർ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടവർ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. പാപക്ഷമ ലഭിച്ചവർ മാത്രമാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടവർ. അപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയി കഴിഞ്ഞ ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാണ്, ദൈവത്തിന്റെ സേവകരായിരിക്കുകയാണ്, ദൈവത്തിന്റെ അടിമകളായിരിക്കുകയാണ്. ദാസന്മാർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് സ്ലേവ് എന്നുള്ളതാണല്ലോ, അതിന്റെ അർത്ഥം അടിമകളായിരിക്കുകയാണ്. ദൈവത്തിന്റെ അടിമകളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് ദൈവത്തെ നമ്മുടെ അടിമയായി നിലനിർത്തി കൊണ്ടുപോകാനാണ് ഇഷ്ടം. ആളുകൾക്കെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ അവകാശവാദം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ്. ദൈവത്തെ കൊണ്ട് ഞാൻ പറയുന്നത് ദൈവത്തെ കൊണ്ട് നമുക്ക് സാധിപ്പിച്ചെടുക്കാം, ചെയ്യിപ്പിച്ച് കളയാം എന്നുള്ളതാണ്. എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ദാസനാക്കി നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ളത്. നമ്മൾ പറയുന്ന കാര്യം സാധിച്ചു തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അടിമ ആണ് ദൈവം എന്നുള്ള ഒരു തിരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് അത് അനുസരിക്കാൻ സദാ സന്നദ്ധതയോടുകൂടെ നിൽക്കുന്ന അടിമകളായി നിൽക്കേണ്ടവരാണ് നമ്മൾ. അത് നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണം. നമ്മൾ അങ്ങനെയാണോ? ദൈവത്തിന്റെ ഇഷ്ടം അതിന് സമർപ്പിച്ചു കൊടുത്തവരാണോ? നേരത്തെ എന്ന ആ ദേവദാസൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ പർപ്പസ്, ഉദ്ദേശം അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ളവരാണ്. കർത്താവിന്റെ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കാൻ അതിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കേണ്ട വ്യക്തിയാണ്. കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിന് നമ്മൾ സമർപ്പണം ഉള്ളവരാണോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ചോദിക്കണം. നമ്മളെ കുറിച്ച് അവരവരെ കുറിച്ച്. കാരണം പലപ്പോഴും നമ്മൾ തിരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമേ, എന്റെ ഇന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം, എന്റെ ഇന്ന പ്രശ്നത്തിന് പരിഹാരം തരണമേ, എന്നെ രക്ഷപ്പെടുത്തണമേ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണമേ, എന്റെ ഈ വിഷയത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ. നമുക്ക് ദൈവത്തെ കൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ദൈവത്തെ ആജ്ഞകൾ പറയാൻ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഒന്നും അങ്ങനെ. അല്ലെങ്കിൽ നമുക്കറിയാം, ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തോട് ചില കൽപ്പനകളാണ് ദൈവത്തോട് പറയാറുള്ളത്. ശീലങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം. അപ്പൊ അങ്ങനെ ഒരു ശീലം വിശ്വാസികളെന്ന് അറിയപ്പെടുന്ന ആളുകളുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ശീലം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തു നിമിത്തം ദൈവത്തിന്റെ ദാസന്മാരായി മാറുകയാണ്, ദൈവത്തിന്റെ ദാസന്മാരായി മാറുകയാണ്. അതുകൊണ്ട് അതിന്റെ ഗുണമെന്താണ്? അതിന്റെ ഫലം എന്താണ്? അല്ല, അതിന് മുമ്പ് ഒരു വാക്കുണ്ട്, വിശുദ്ധീകരണമാണ് അതിന്റെ ഫലം. നമ്മൾ ദൈവത്തിന്റെ സേവകർ ആണെങ്കിൽ, ദാസന്മാരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ വിശുദ്ധീകരണ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലെ? ദൈവത്തിന്റെ സന്നിധിയിൽ ആ നിത്യ ജീവൻ പ്രാപിക്കാൻ എത്തേണ്ടവരല്ലേ നമ്മൾ? സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കാൻ എത്തേണ്ടവരല്ലേ നമ്മൾ? അല്ലെ? നേരത്തെ ദിവസം പറഞ്ഞു, ഒരു ദിവസം കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കാൻ നിൽക്കേണ്ടവരാണ് നമ്മൾ. കണക്ക് ചോദിക്കാൻ കർത്താവ് ഒരു ദിവസം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും കർത്താവിന്റെ മുമ്പിൽ കണക്ക് പറയാൻ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും? കർത്താവിനെ അനുസരിച്ച്, കർത്താവിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിച്ച് അത് നിവർത്തിച്ചു കൊടുത്ത് ജീവിച്ച വ്യക്തിയാണെന്നായിരിക്കുമോ കർത്താവ് നമ്മളെ വിലയിരുത്തുന്നത്? അതോ നമ്മൾ കർത്താവിനെ കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുത്ത വ്യക്തി എന്നായിരിക്കുമോ കർത്താവ് വിലയിരുത്തുന്നത്? നമുക്ക് പറയാൻ ധാരാളം അനുഭവങ്ങൾ കാണും. ധാരാളം പേർക്ക് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം ഇത് സാധിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ കിടന്നു, ദൈവം ഇത്രമാത്രം ഉയർത്തി എന്നൊക്കെ പറഞ്ഞ ധാരാളം അനുഭവങ്ങൾ അനേകർക്ക് പറയാനുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആവേശമാണ്. പക്ഷേ അങ്ങനെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമോ? ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രതിഫലം നേടാൻ പറ്റുമോ? നമുക്കിവിടെ കർത്താവിന്റെ എന്റെ ദാരിദ്ര്യത്തെ കരകയറ്റി, എന്റെ കടബാത്തിൽ നിന്ന് കരകയറ്റി, എന്റെ പ്രശ്നത്തിന് പരിഹാരം തന്നു, എന്റെ രോഗത്തിൽ നിന്ന് തിരിച്ചു, എന്റെ ഇന്ന പ്രശ്നങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ, പരിഹാരം തന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നേടിയെടുത്ത, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും സ്വർഗത്തിലെത്താൻ പറ്റുമോ? ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവരും മനസ്സറിയുന്നവരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. പ്രവർത്തിക്കാൻ എപ്പോഴും സദാ സന്നദ്ധനാണ് കർത്താവ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേട്ടു എന്നുള്ള കാരണത്താൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് മാത്രമല്ല,
നമ്മളെ നിത്യജീവനിൽ എത്തിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടി എന്നുള്ള കാരണത്താൽ ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലേ? നമ്മൾ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെ ആ സുവിശേഷങ്ങളാണ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എത്രയോ ആളുകൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തു. അവരെല്ലാവരും മനസ്സന്തരപ്പെട്ടവരായിരുന്നു. അവരെല്ലാവരോടും കർത്താവ് സുവിശേഷം പറഞ്ഞു ഇല്ല. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ നിലവിളികൾ കേട്ട് അപ്പോഴത്തെ ആ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുമ്പോൾ ആ നിമിഷത്തിൽ കർത്താവ് വിടുവിച്ച ധാരാളം അനുഭവങ്ങളുണ്ട്. അല്ലെ? ഈ കുരിശിൽ കിടക്കുമ്പോൾ പോലും കർത്താവ് തൊട്ടടുത്ത് കിടന്ന ഒരു കള്ളന്റെ ഒരു കുറ്റവാളിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് അങ്ങനെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കും. പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടി എന്നുള്ള കാരണത്താൽ അവരെല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊന്നും ഒരു ഗ്യാരണ്ടിയും അയങ്ങാറില്ല. സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ കർത്താവ് കൃത്യമായി നമുക്ക് വ്യവസ്ഥകൾ തന്നിട്ടുണ്ട്. നമുക്ക് കൃത്യമായി പാഠങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. മാത്രമല്ല, നമ്മളോട് വായിച്ചതുപോലെ നമ്മൾ യേശുക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ, പാപക്ഷമ ലഭിച്ച് ദൈവത്തിന്റെ മക്കളായി പുതുതായി സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൽ ദൈവത്തിന്റെ ദാസരായി നമ്മൾ മാറുകയാണ്, അടിമകളായി മാറുകയാണ്. പിന്നെ കർത്താവ് അന്വേഷിക്കുന്നത് നമ്മൾ കർത്താവിനെ എത്രമാത്രം അനുസരിച്ചു എന്നാണ്. അനുസരണം ഇല്ലാതെ, നമുക്കറിയാം മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായം 21-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? എന്നോട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവർ ഏവരുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നു. അപ്പൊ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്നോട് പ്രാർത്ഥിക്കുന്നവരല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്, പിന്നെയോ എന്റെ അപ്പന്റെ ഇഷ്ടം ആരനുസരിക്കുന്നു, അഥവാ ആരാണോ സ്വർഗസ്ഥനായ പിതാവിന്റെ ദാസരായി, അടിമകളായി, വേലക്കാരായി മാറിയവരാരാണോ അവരെ ഈ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നല്ലേ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ അത് സ്വസ്ഥമായിട്ട് വായിച്ചു നോക്കിയാൽ അത് ഭംഗിയായിട്ട് മനസ്സിലാവും. അല്ലേ? അല്ല, അതാണ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആളുകൾ അല്ല, പിന്നെയോ എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ. അല്ലേ? സ്വർഗരാജ്യത്തിൽ എന്നല്ലേ? സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. അപ്പോ എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് സ്വർഗത്തിൽ കയറുന്ന ആരും തെറ്റിദ്ധരിക്കല്ലേ എന്നാണ് കർത്താവ് നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് വിചാരിച്ച് നാളെ സ്വർഗത്തിൽ കൂടെ കയറ്റിയ മാത്രം നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയരുത്. അതിന് വേറെ വഴിയുണ്ട്, വേറെ വ്യവസ്ഥയുണ്ട്, കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കേട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗത്തിൽ കയറ്റുന്ന ആരും തെറ്റിദ്ധരിക്കല്ലേ എന്ന് കർത്താവ് കൃത്യമായി നേരിട്ട് പറഞ്ഞ വാക്കുകളാണ്. അല്ലെ? അത് കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്കുകളാണ് മത്തായി 7 നമ്മൾ വായിച്ചത്. തുടർന്ന് നമ്മൾ വായിക്കുന്നതാണ് അതിന്റെ അടുത്ത വാക്ക്. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും എന്ന് തീർത്ത് പറയുകയും ആകയാൽ എന്റെ ഈ വചനങ്ങളെ ചെയ്യുന്നവരൊക്കെയും വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ച് ഭയത്തോടുകൂടെ നമ്മളെ തന്നെ വിലയിരുത്തേണ്ട വചനം ഇവിടെ പറയുകയാണ്. എന്റെ നാമത്തിൽ പ്രവചിച്ചു യേശുവെ. അതോടെ പറയുന്നത് എപ്പോഴെന്നറിയാമോ? കർത്താവിന് രാജാവായി അഥവാ ന്യായാധിപതിയായി മടങ്ങി വന്ന് ആളുകളെ ന്യായം വിധിക്കാൻ ഇരിക്കുന്ന സമയത്ത് മുമ്പിൽ ചെന്ന് നിന്ന് ഒരു സമൂഹം പറയുന്ന വാക്കുകൾ, നമ്മളതിനെ മറ്റൊരു ഭാഷാ പ്രയോഗത്തിൽ പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ ചെന്ന് കർത്താവിന് മുമ്പിൽ നിന്ന് പറയാൻ സാധ്യതയുള്ള വാക്കുകൾ. കർത്താവെ, ഞാൻ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി വലിയ ശുശ്രൂഷകൾ ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഞാൻ ഒരുപാട് വീര്യപ്രവർത്തികൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഞാൻ ഒരുപാട് പ്രവചനങ്ങൾ കൃത്യമായി പ്രവചിച്ചു, അത് ആളുകൾക്ക് അതുപോലെ ഫലിച്ചു. അങ്ങനെ പ്രശസ്തി നേടിയ വ്യക്തിയാണ്. യേശുവിന്റെ നാമത്തിലാണ്, കർത്താവെ അങ്ങയുടെ നാമത്തിലാണ് ഞാനിതെല്ലാം ചെയ്തത് എന്ന് അഭിമാനത്തോടുകൂടെ കുറെ കൂട്ടർ യേശുവിനെന്ന് പറയും. അതൊരു അഭിമാനമല്ലേ? തീർച്ചയായിട്ടും ഒരു അഭിമാനമായ കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ച പോലെ നടന്നു, ഞാൻ പ്രവചിച്ച പോലെ സംഭവിച്ചു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി എന്ന് പറയുന്നത് വലിയ അവരവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. കർത്താവിനടുത്ത് നമ്മുടെ അഭിമാനത്തോടെ പറയും, കർത്താവ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്താണ് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് പറയും. അപ്പോൾ കർത്താവ് തിരിച്ചു പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. എന്താ പറയുന്നത്? ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒരു നാൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം
നിങ്ങൾ എന്റെ പേരിൽ ഈ പരിപാടിയൊക്കെ ചെയ്ത് നടക്കുമ്പോഴും അറിയില്ല എന്നായി അറിഞ്ഞിരുന്നില്ല എന്നല്ലേ. ഒരു നാള് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല എന്റെ അർത്ഥം. അങ്ങനെയല്ല ഒരു നാള് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ തെറ്റിപ്പോയവരല്ലേ എന്നല്ല പറയുന്നത്. പകരം അപ്പോഴും എനിക്ക് നിങ്ങളെ പരിചയമില്ലായിരുന്നു എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഭാഷ പ്രയോഗം. ഒരു നാള് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ കാര്യങ്ങൾ, വീര്യപ്രവൃത്തികൾ, പ്രവചനങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം ചെയ്യുമ്പോഴും അവർക്ക് നിത്യജീവന്റെ അവകാശം അവർ ലഭിച്ചിട്ടില്ല. അവർ സ്വർഗത്തിന്റെ അവകാശികളായി മാറിയിട്ടില്ല. ദൈവത്തിന്റെ മക്കളായി മാറിയിട്ടില്ല. അഥവാ പാപക്ഷമ അവർ നേടിയിട്ടില്ല. തൊട്ടടുത്ത് പറയുന്ന വാക്കുകൾ അതുകൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് പറയും. അധർമ്മം ആയിരുന്നു അവരുടെ ജീവിതം. അധർമ്മ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരി അറിയാമെങ്കിലും ശരിയല്ല അവർ പ്രവർത്തിച്ചിരുന്നത്. ധർമ്മം എന്താണെന്ന് അറിയാമെങ്കിലും അതിന് വിരുദ്ധമായതാണ്. അതാണല്ലോ അധർമ്മം. ധർമ്മത്തിന് വിരുദ്ധമായതാണ് അധർമ്മം. എന്താണ് ധർമ്മം, എന്താണ് അനുഷ്ഠിക്കേണ്ടത്, എന്താണ് ശരി എന്ന് അറിയാമായിരുന്നെങ്കിലും അതല്ല അവർ ചെയ്തത്. അതിന് വിരുദ്ധമായതാണ് ചെയ്തത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെന്ന് അറിയാം, പക്ഷെ അവർ അതല്ല ചെയ്തത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളായിരുന്നു അവരുടെ പ്രവൃത്തികൾ. എന്നാൽ പ്രാർത്ഥനയോ അത് മറ്റൊരു തലത്തിലായി. പ്രവചനമോ അത് വളരെ ഉയർന്ന തലത്തിലായി. വീര്യപ്രവൃത്തികൾക്കുള്ള കൃപാവരങ്ങളോ അതും വളരെ കൂടിയ കൃപാവരങ്ങളൊക്കെ അവരതെല്ലാം അനുഷ്ഠിച്ച് അതെല്ലാം നിറവേറ്റി അതെല്ലാം പ്രായോഗികമാക്കിയിരുന്നു. അനേകം ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് ഇത് നിമിത്തം ഗുണം കിട്ടിയിട്ടുണ്ട്. ഉണ്ടാവാം അല്ലേ? അവരുടെ പ്രവചനം കൊണ്ടും അവരുടെ ശാസ്ത്രം കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ രോഗശാന്തി വരം കൊണ്ടും എല്ലാം അനേക വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസം ലഭിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അവർ മാനസാന്തരപ്പെട്ട് കാണും. ആര്? ഇവരുടെ പ്രാർത്ഥന നിമിത്തം അത്ഭുത അനുഭവങ്ങൾ ലഭിച്ച് അവർ മാനസാന്തരപ്പെട്ട് കാണും. അവർ വചനം പഠിച്ച് ദൈവത്തെ അനുസരിച്ച് അവർ സ്വർഗത്തിലെത്തുമായിരിക്കാം. പക്ഷെ ഇത് പഠിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ ഈ അവിടെ ആ ശുശ്രൂഷകനായി മാറിയ വ്യക്തിയെ കർത്താവ് പറയാണ്, നിന്നെ ഒരു നാള് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു നാള് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഭയത്തോടുകൂടെ നമ്മൾ നമ്മളെ തന്നെ പഠിക്കണം, നമ്മളെ തന്നെ പരിശോധിക്കണം, നമ്മളെ തന്നെ എത്ര ശ്രദ്ധയോടുകൂടെ വിലയിരുത്തണം. അവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ. അതുകൊണ്ടാണ് ദൈവദാസൻ പറഞ്ഞത്, നിങ്ങൾ തിരുവചനം വായിക്കുക, തിരുവചനം വായിച്ച് പഠിച്ച് പരിശോധിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തിരുവചനങ്ങളെ നിരന്തരമായി ധ്യാനിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, വായിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, അത് തിരുവചന ധ്യാനമാണ്. അത് മറ്റാരുടെങ്കിലും പ്രസംഗങ്ങളിലൂടെ അല്ല, നമ്മുടെ വ്യക്തിപരമായ തിരുവചനം വായിക്കാൻ അറിയില്ലെങ്കിൽ മറ്റൊരാളുടെ പ്രസംഗത്തെ ആശ്രയിക്കാം എന്ന് പറയാം. എല്ലാ പ്രസംഗങ്ങളിലൂടെ നമുക്ക് സന്ദേശം കിട്ടും, പക്ഷെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പകരം നമുക്കുള്ള മാധ്യമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം നിരന്തരമായി ധ്യാനിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇഷ്ടങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ അനിഷ്ടങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, ദൈവത്തിന്റെ ഇഷ്ടമില്ലായ്മകൾ എന്താണെന്നും കൂടെ നമ്മൾ അറിയണം. അല്ലെ? ഇഷ്ടങ്ങൾ മാത്രം അറിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റാം. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയാലോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഏതാ, അനുഷ്ഠിക്കേണ്ടവ എന്താണെന്നും അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്തതാണെന്നും കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അത് മനസ്സിലാക്കണമെങ്കിൽ തിരുവചന ധ്യാനം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് കർത്താവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ കർത്താവിനെ സേവിക്കാൻ പറ്റും. കർത്താവിന്റെ ദാസന്മാരായി മാറാൻ പറ്റും. കർത്താവിന്റെ ശരിയായ ഉപയോഗമുള്ള അടിമകളായി മാറാൻ പറ്റും. നമുക്കറിയാം, നമ്മള് ഫിലമോന്റെ ലേഖനം അല്ലെ, ഫിലമോന്റെ ലേഖനം വായിക്കുന്നതാണ്. ഒനേസിമോസ് എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഷ, പ്രയോഗം നമുക്കറിയാം. ദേവിയിലൊക്കെ ഞങ്ങൾക്ക് പറയാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് പൗലോസ് ഒരു കത്തെഴുതി കൊടുത്തു വിടുകയാണ്, ഇവൻ മുമ്പ് നിനക്ക്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിശ്വാസമാണ്, മുമ്പ് നിനക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു, ഇപ്പോഴോ നിനക്കും എനിക്കും പ്രയോജനമുള്ളവൻ തന്നെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ഉപയോഗപ്പെട്ടില്ല, ഇവൻ നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അവിടെ ഒരു യജമാനന്റെ അടിമയായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഒനേസിമോസ്. അവിടെ എന്തോ അവന്റെ കൃത്യനിഷ്ഠ ശരിയായിട്ട് നിറവേറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അന്നത്തെ നിയമം അനുസരിച്ച് അയാൾ കേസ് കൊടുത്ത് അയാളുടെ അടിമയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിശദീകരണമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന അങ്ങനെയാണ്. ജയിലിൽ കിടന്നത്. പക്ഷേ പൗലോസ് ഈ മനുഷ്യനെ കണ്ടെത്തുന്നു, ആ പൗലോസ് ആദ്യം ജയിലിൽ കിടക്കുന്നു. പൗലോസ് ഈ മനുഷ്യനോട് സുവിശേഷം പറയുന്നു, ഇദ്ദേഹം അവിടെ വെച്ച് മാനസാന്തരപ്പെടുന്നു.
മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസിനുള്ള കിട്ടിയ ഉറപ്പാണ്, ഇവൻ ഇനി ആള് പഴയ ആളല്ല. ഇനി ചെന്നാൽ അവൻ ഇതുപോലെ ഉപയോഗമില്ലാത്തവനായി, അവൻ യജമാനന് ദോഷം ചെയ്യുന്നവനായി മാറില്ല. ഇനി ചെന്നാൽ അവൻ യജമാനന് ഉപയോഗമുള്ളവനായി മാറും എന്ന് പൗലോസിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് പൗലോസ് റെക്കമെൻഡേഷൻ എഴുതി കൊടുക്കുകയാണ്, ഇവനെ നീ സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ. ഇനി വരുന്നത് അവൻ പഴയ ആളായിട്ടല്ല വരുന്നത്, പുതിയ ആളായിട്ടാണ് വരുന്നത്. ഇനി അവൻ നിനക്ക് പ്രയോജനമുള്ളവനായി ഇരിക്കും. ഇനി പുറപ്പെടുന്നു എഴുതി കൊടുത്തു. അതാണ് ആ ഒരു ഒനേസിമോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരിശോധിക്കണം, നമുക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്, അനുഭവിച്ചിട്ടാണ്, ഓർത്തിട്ടാണ്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, നന്മകൾ അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളെക്കുറിച്ച് ദൈവം പറയുമോ, പണ്ട് എനിക്ക് പ്രയോജനം ഇല്ലാത്തവളായിരുന്നു, ഇപ്പോൾ എനിക്ക് പ്രയോജനമുള്ളവളാണെന്ന് നമ്മളെക്കുറിച്ച് പറയുമോ? നമ്മൾ പ്രയോജനപ്പെടണം. അതാണ് ദാസന്റെ അവകാശം, ദാസന്റെ ഡ്യൂട്ടി, ദാസിയുടെ ഡ്യൂട്ടി. ഒരു അടിമയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ യജമാനന് ഉപയോഗമുള്ള വ്യക്തിയായി മാറണം. യജമാനന്റെ ഇഷ്ടം എന്താണോ അതനുസരിക്കുന്ന വ്യക്തിയായി മാറണം. ഇഷ്ടം അന്വേഷിച്ച് കണ്ടെത്താനുള്ള വഴിയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ച് കണ്ടെത്താനുള്ള വഴി. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായി മാറിയാൽ, നമ്മൾ റോമർ 6 വായിച്ച അടുത്ത വാക്കുകളാണ്, അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഫലം വിശുദ്ധീകരണമാണ്. നമ്മൾ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ പറ്റും, നമ്മുടെ തെറ്റുകൾ തിരുത്താൻ പറ്റും, നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവ ഇഷ്ടങ്ങൾ കണ്ടെത്താൻ നമ്മൾ തിരുവചനം പഠിക്കുന്നു. തിരുവചന പഠനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റും, തെറ്റുകൾ കണ്ടെത്താൻ പറ്റും, തിരുത്താൻ പറ്റും. അത് നമ്മുടെ ആത്മശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കും. കൂടുതൽ ശുദ്ധീകരണം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവമല്ല ആത്മശുദ്ധീകരണം എന്നുള്ളത്. അത് ജീവിതകാലം മുഴുവൻ നിരന്തരമായി സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. വിശുദ്ധീകരിക്കപ്പെടൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധീകരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞു അതിന്റെ ഫലം വിശുദ്ധീകരണമാണ്. അത് വായിച്ചു അല്ലെ, 6:22 വായിച്ചു. അത് ദൈവത്തിന്റെ ദാസന്മാരായി തീരുകയും അതിന്റെ ഫലം എന്താണ്? വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം സംഭവിച്ചു. അതിന്റെ അന്തം ഈ വിശുദ്ധീകരണം അത് മുന്നോട്ട് പോയി കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട് അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധീകരണത്തിന്റെ അവസാനമാണ് നിത്യജീവൻ. അവസാനമല്ല, ആദ്യമേ നിത്യജീവൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും ഓർക്കാതെ ഇനി കൈ പൊടിയിലിട്ട് നടത്താമെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ നിരന്തരമായ ശുദ്ധീകരണ പ്രവർത്തനത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണ്. നിരന്തരമായ സ്വയം പരിശോധനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും മാറിപ്പോകുന്നുണ്ടോ, വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മടങ്ങി വന്നുകൊണ്ടിരിക്കേണ്ടവരാണ്. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്ന വഴികളിലൂടെ നമ്മൾ പലപ്പോഴും മുമ്പോട്ട് പോകും. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, മനസ്സിലാക്കാറില്ല. അല്ലെങ്കിൽ അതിൽ നമ്മൾ വ്യതിചലിച്ചു പോകുന്നത് പോലും നമ്മൾ അറിയില്ല. പാപം ചെയ്യുന്നതിന്റെ കാര്യമല്ല പറഞ്ഞു, അല്ലാതെ തന്നെ നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന അവസ്ഥയിലായി പോകുന്നത് നമ്മൾ പോലും അറിയില്ല. പക്ഷെ നമ്മൾ സ്വയം പരിശോധിച്ച് തിരുത്തി മടങ്ങി വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരുന്നു. അത് നമ്മളെ കൂടുതൽ ആത്മശുദ്ധീകരണത്തിലേക്ക് നയിക്കും. കാരണം നമുക്കപ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയാൻ, ഏറ്റുപറയാനും, ശുദ്ധീകരണം നേടാനും, കുറച്ചുകൂടെ മെച്ചപ്പെടാനും, കുറച്ചുകൂടെ നമ്മളെ തന്നെ മെരുക്കാനും എല്ലാം നമുക്ക് കഴിയും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.